ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാകുന്നു. തുടർച്ചയായ 11ാം ദിനവും അമേരിക്ക ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ആഗോള എണ്ണവിലയിലും ആശങ്ക ഉയരുകയാണ്. മിസൈലുകളും ഡ്രോണുകളും കൊണ്ട് ആകാശം നിറയുമ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രിയും ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് അമേരിക്ക ആക്രമണം നടത്തി. തുടർച്ചയായ 11ാം ദിവസമാണ് അമേരിക്കൻ സൈനിക നടപടി തുടരുന്നത്. ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. എന്നാൽ യുദ്ധത്തിന്റെ പ്രത്യാഘാതം യുദ്ധഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ലോക എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ആശങ്കയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കടലിടുക്കിലൂടെ ദിവസേന കോടിക്കണക്കിന് ബാരൽ എണ്ണയാണ് ലോകവിപണിയിലെത്തുന്നത്. സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ എണ്ണവില കുതിച്ചുയരാനും ആഗോള സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധി സൃഷ്ടിക്കാനുമുള്ള സാധ്യത വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം അമേരിക്കൻ നടപടിക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തി. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യമാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.